ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്സ്, അതായത് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഫോർത്ത് മൊഡ്യൂളിൽ ബാക്കിയുള്ളത് അപ്ലിക്കേഷൻ ലെയറാണ്. ഓക്കെ, അതായത് ട്രാൻസ്പോർട്ട് ലെയറിന് ശേഷം TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിൽ വരുന്ന ആപ്ലിക്കേഷൻ ലെയറും, ആ ആപ്ലിക്കേഷൻ ലെയറിൽ വേരിയസ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസാണ് അടുത്തതായിട്ട് വരുന്നത്. അതായത് നിങ്ങൾ പഠിക്കാനുള്ളത് DNS അഥവാ ഡൊമൈൻ നെയിം സിസ്റ്റംസ്, ടെൽനെറ്റ് അഥവാ റിമോട്ട് ലോഗിൻ, ഇമെയിൽ, FTP, WWW, വേൾഡ് വൈഡ് വെബ്, HTTP, അതുപോലെ SNMP പ്രോട്ടോകോൾ. ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പം അപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സർവീസസ് ടു ദ യൂസേഴ്സിന് വേരിയസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, ഡൊമൈൻ നെയിം സിസ്റ്റം. The client-server programs can be divided into two categories: those that can be directly used by the user, such as email; those that support other application programs. അതായത് ഇമെയിൽ പോലെയുള്ളവ നമുക്കെന്താണ് യൂസേഴ്സിന് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാംസിന് എക്സാമ്പിളാണ്. നേരെ മറിച്ച് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു സപ്പോർട്ടിംഗ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, അതായത് മറ്റു പ്രോഗ്രാംസാണ് അതെന്ത് ചെയ്യുന്നത്, To identify an entity, TCP/IP protocol പ്രോട്ടോകോൾ സ്യൂട്ടിൽ ഒരു ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഹോസ്റ്റിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ IP അഡ്രസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഹോസ്റ്റിനെ നമുക്ക് ആ പെർട്ടിക്കുലർ ഹോസ്റ്റിൻ്റെ IP അഡ്രസ്സ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഹൗവർ പീപ്പിൾ പ്രിഫർ ടു യൂസ് നെയിംസ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂമറിക് അഡ്രസ്സസ്. പക്ഷേ നമുക്ക് ഈ ഒരു ന്യൂമറിക് അഡ്രസ്സസ് എന്ന് പറയുന്നത് എന്താണ് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അത് എന്താണ് അത് കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കൊരു സിസ്റ്റം ആവശ്യമാണ്. ആ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ നെയിമിനെ അഡ്രസ്സായിട്ടും അതുപോലെ അഡ്രസ്സസിന് നെയിമായിട്ടും നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ആ ഒരു മാപ്പിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് DNS അഥവാ ഡൊമൈൻ നെയിം സിസ്റ്റം. ദാറ്റ് ഈസ് ദ മാപ്പിംഗ് ബിറ്റ്വീൻ അഡ്രസ് ആൻഡ് നെയിം ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ DNS. ഇത് അഡ്രസ്സിനെ നെയിമിലോട്ടും നെയിമിനെ അഡ്രസ്സിലോട്ടും മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൊമൈൻ നെയിം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നെയിം സ്പേസ്. ദ നെയിംസ് മസ്റ്റ് ബി യുണീക്ക് ബിക്കോസ് ദ അഡ്രസ്സസ് ആർ യുണീക്ക്. അതായത് നെയിംസും എന്താവണം, ഇതുപോലെ യുണീക്ക് ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും SMTP ക്ലയൻറ്റ്. ഓക്കെ, ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, wonderful.com എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണ്, DNS ക്ലയൻ്റാണ് അതിനെന്ത് ചെയ്യുന്നത്, അതിൻ്റെ അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം നെയിം സ്പേസും എന്ന് പറയുന്നത് എന്താണ്, അഡ്രസ്സസ് പോലെ യുണീക്ക് ആയിരിക്കണം. എ നെയിം സ്പേസ് ദാറ്റ് മാപ്സ് ഈച്ച് അഡ്രസ് ടു എ യുണീക്ക് നെയിം ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ 2 ways. മാപ്പ് ചെയ്യുന്ന ഒരു നെയിം സ്പേസിനെ രണ്ടായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫ്ലാറ്റ് നെയിം സ്പേസ്, അതിലൊരു നെയിം ഈസ് അസൈൻഡ് ടു ആൻ അഡ്രസ്, ദാറ്റ് ഈസ് എ നെയിം ഈസ് അസൈൻഡ് ടു ആൻ അഡ്രസ്. അതുപോലെ ഒരു ഹൈറാർക്കിക്കൽ നെയിം സ്പേസ്. ഇൻ എ ഹൈറാർക്കിക്കൽ നെയിം സ്പേസ് ഈച്ച് നെയിം ഈസ് മെയ്ഡ് ഓഫ് സെവറൽ പാർട്സ്. ദ ഫസ്റ്റ് പാർട്ട് ക്യാൻ ഡിഫൈൻ ദ നാച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഹൈറാർക്കിക്കൽ നെയിം സ്പേസിൻ്റെ ഫസ്റ്റ് പാർട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ നാച്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് പാർട്ട് ക്യാൻ ഡിഫൈൻ ദ നെയിം ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ നെയിമാണ് സെക്കൻഡ് പാർട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് പാർട്ട് ക്യാൻ ഡിഫൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് സോ ഓൺ. തേർഡ് പാർട്ട് ആ ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ എന്താണ്, ഇനിയും സബ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പാർട്ടായിട്ട്
വരും. Domain namespace. To have a hierarchical namespace, a domain namespace was designed. In this design, the names are defined in an inverted tree structure with the root at the top. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. Label. Each node in the tree has a label, which is a string with a maximum of 63 characters. The root label is a null string. DNS requires that children of a node have different labels, which guarantees the uniqueness of the domain names. ഇതൊക്കെ നമ്മൾ ട്രീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡാറ്റ സെറ്റിൽ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തത് ഡൊമെയിൻ നെയിം. ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഹാസ് എ ഡൊമെയിൻ നെയിം. അതായത് ഡോട്ട് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഫുൾ ഡൊമെയിൻ നെയിം. ദ ഡൊമെയിൻ നെയിംസ് ആർ ഓൾവേസ് റീഡ് ഫ്രം ദ നോഡ് അപ് ടു ദ റൂട്ട്. ദ ലാസ്റ്റ് ലേബൽ ഇസ് ദ ലേബൽ ഓഫ് ദ റൂട്ട്. ഓക്കെ, ഡൊമെയിൻ നെയിംസ് റീഡ് ചെയ്യുന്നത് നോഡ് മുതൽ അപ് ടു ദ റൂട്ട് വരെയാണ്. ലാസ്റ്റ് ലേബൽ എന്ന് പറയുന്നത് ഡൊമെയിൻ നെയിമിലെ ലാസ്റ്റ് ലേബൽ എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ലേബലായിരിക്കും. ഫുള്ളി ക്വാളിഫൈഡ് ഡൊമെയിൻ നെയിം. If a label is terminated by a null string, it is called a fully qualified domain name. For example, challenger.atc.fhda.edu. അതായത് ഒരു ലേബൽ എന്താണ്, ഒരു നൾ സ്ട്രിങ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിലാണ് അതിനെ ഫുള്ളി ക്വാളിഫൈഡ് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. Partially qualified name. If a label is not terminated by a null string, it is called a partially qualified domain name. A partially qualified domain name, PQDN in short, starts from a node but it does not reach the root. അതായത് നൾ സ്ട്രിങ്ങിലായിരിക്കില്ല ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം നോഡ്സിനെയാണ് എന്ത് പറയുന്നത്, പാർഷ്യലി ക്വാളിഫൈഡ് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. അതായത് റൂട്ടിലേക്ക് അത് എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. Domain name system in Internet. DNS is a protocol that can be used in different platforms. In the Internet, the DNS is divided into 3 different sections: generic domains, country domains and inverse domain. അപ്പം ഡൊമെയിൻ നെയിംസ് സ്പേസിന് മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് that define registered host according to their generic behavior. അതായത് .com, .org, .info, .net, .edu പോലെയുള്ളവ. Country domain. This section uses 2 character country abbreviations. അതായത് US, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന US പോലെയുള്ളവ. അടുത്ത ഇൻവേഴ്സ് ഡൊമെയിൻ. ഇറ്റ് ഈസ് യൂസ് ടു മാപ്പ് ആൻ അഡ്രസ് ടു എ നെയിം. അതാണ് ഇൻവേഴ്സ് ഡൊമെയിൻ. ഓക്കെ, അടുത്ത ടോപ്പിക് റിമോട്ട് ലോഗിങ് അല്ലെങ്കിൽ ടെൽനെറ്റ് എന്നായിരിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം രണ്ടാണെങ്കിൽ എഴുതേണ്ട കാര്യമാണ് ഇത്. In the remote logging. In the internet, users may want to run application programs at a remote site and create results that can be transferred to their local site. അതായത് യൂസേഴ്സിന് എപ്പോഴും എന്താണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റിമോട്ട് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുകയും അതിനുശേഷം റിസൾട്ട്സ് എന്ത് ചെയ്യണം, അവരുടെ ലോക്കൽ സൈറ്റിൽ അവൈലബിൾ ആവുകയും വേണം. ഓക്കെ, അപ്പോൾ ഒരു ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാമാണ്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, റിമോട്ട് കമ്പ്യൂട്ടറിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് അലോസ് ദ യൂസർ ടു ലോഗ് ഓൺ ടു എ റിമോട്ട് കമ്പ്യൂട്ടർ. അതായത് ഒരു യൂസറിന് ഒരു റിമോട്ട് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ലോഗിങ് ഓൺ എ യൂസർ ക്യാൻ യൂസ് ദ സർവീസസ് അവൈലബിൾ ഓൺ ദി റിമോട്ട് കമ്പ്യൂട്ടർ. അതായത് യൂസർ ഒരു റിമോട്ട് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത ശേഷം ആ റിമോട്ട് കമ്പ്യൂട്ടറിലെ എല്ലാ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ സർവീസസും എന്താണ് ഒരു ലോക്കൽ കമ്പ്യൂട്ടറിൽ ഉള്ളതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, യൂസറിന് യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ റിസൾട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ ഇറ്റ് ഈസ് എൻ അബ്രിവേഷൻ ഫോർ ടെർമിനൽ നെറ്റ്വർക്ക്. ടെൽനെറ്റിൻ്റെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ ടെർമിനൽ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് TCP/IP പ്രോട്ടോകോൾ ഫോർ വെർച്വൽ ടെർമിനൽ സർവീസ്. Telnet enables the establishment of a connection to a remote system in such a way that the local terminal appears to be a terminal at the remote system. അതായത് ലോക്കൽ ടെർമിനൽ എന്താണ്, ഒരു റിമോട്ട് സിസ്റ്റം ടെർമിനലായിട്ട് എന്താണ് അപ്പിയർ ചെയ്യും, ലോഗിൻ. In a time-sharing environment, users are part of the system with some right to access resources. Each authorized user has an identification and probably a password. The user identification defines the user as part of the system. To access the system, the user logs into the system with a user ID or login name. The system also includes password checking to prevent an unauthorized user from accessing the resources. അതായത് സിസ്റ്റം എന്താണ്, ഒരു പാസ്വേഡ് ചെക്കിംഗ് ഉണ്ട്. അതായത് അൺഓതറൈസ്ഡ് യൂസേഴ്സ് റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ. വെൻ എ യൂസർ ലോഗ്സ് ഇൻ ടു എ ലോക്കൽ ടൈം ഷെയറിംഗ് സിസ്റ്റം, ഇറ്റ് ഈസ് കോൾഡ് ലോക്കൽ ലോഗിൻ. അതായത് വെൻ എ യൂസർ വാണ്ട്സ് ടു ആക്സസ് എൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓർ യൂട്ടിലിറ്റി ലൊക്കേറ്റഡ് ഓൺ എ റിമോട്ട് മെഷീൻ, ഷീ പെർഫോംസ് റിമോട്ട് ലോഗിൻ. അതായത് ഒരു റിമോട്ട് മെഷീനിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഒരു യൂസറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ റിമോട്ട് ലോഗിനാണ് അപ്പം അവിടെ പെർഫോം ചെയ്യേണ്ടത്. അപ്പം ടെൽനെറ്റ് ക്ലയൻറ്റ് ആൻഡ് സെർവർ പ്രോഗ്രാംസ് കം ടു which transforms the characters to a universal character set called Network Virtual Terminal (NVT) characters and delivers them to the local TCP/IP protocol stack. അപ്പം ഇവിടെ റിമോട്ട് ലോഗിനിൽ ടെൽനെറ്റ് ക്ലയൻ്റ് ഉണ്ട്, അതുപോലെ ടെൽനെറ്റ് സെർവറുണ്ട്. അപ്പം ടെൽനെറ്റ് ക്ലയൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ക്യാരക്ടേഴ്സ് ഫസ്റ്റ് ലോക്കൽ സിസ്റ്റം എന്ത് ചെയ്യും, ക്യാരക്ടേഴ്സ് ടെൽനെറ്റ് ക്ലയൻറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, സെൻഡ് ചെയ്യും. അത് എന്ത് ചെയ്യും, ടെൽനെറ്റ് ക്ലയൻറ്റ് ആ ക്യാരക്ടേഴ്സിന് യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യും. ആ യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ ക്യാരക്ടേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ലോക്കൽ TCP/IP പ്രോട്ടോകോൾ സ്റ്റാക്കിലോട്ട് ഡെലിവർ ചെയ്യും. ആ ഒരു ക്യാരക്ടേഴ്സ് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെർവറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് റിമോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അതായത് റിമോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ത്തിന് ക്യാരക്ടേഴ്സ് ടെർമിനൽസിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സെർവർ സൈഡിൽ ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുന്നു. അതായത് സ്യൂഡോ ടെർമിനൽ ഡ്രൈവർ എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. അപ്പോൾ ആ സ്യൂഡോ ടെർമിനൽ ഡ്രൈവർ വഴി എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഈ ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ആ സ്യൂഡോ ടെർമിനൽ ഡ്രൈവർ എന്ത് ചെയ്യുന്നു, ദാറ്റ് പ്രിറ്റൻസ് ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ആർ കമ്മിങ് ഫ്രം എ ടെർമിനൽ. അതായത് ഒരു ടെർമിനലിൽ നിന്നാണ് അത് ക്യാരക്ടേഴ്സ് വരുന്നതെന്നുള്ള രീതിയിൽ അത് ആക്ട് ചെയ്യുന്നു അവിടെ. അടുത്തത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. It is the standard mechanism provided by TCP/IP for copying a file from one host to another. അതായത് ഒരു ഫയൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലോട്ട് കോപ്പി ചെയ്യാനാണ് FTP മെക്കാനിസം യൂസ് ചെയ്യുന്നത്. Two systems may have different ways to represent text in data. Two systems may have different directory structures. FTP differs from other client-server applications in that it establishes two connections between the host. One connection is used for data transfer and the other for control information, അതായത് commands and responses.
അതായത് എഫ് ടി പിയുടെ കേസിൽ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ഇഷ്യൂസ് എല്ലാം എന്താണ്, അത് സോൾവ് ചെയ്യും. പിന്നെ എഫ് ടി പിയിൽ 2 കണക്ഷനാണ് ഹോസ്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് ഡാറ്റ ട്രാൻസ്ഫറിനും മറ്റൊന്ന് പ്യുവർലി ഫോർ കൺട്രോൾ ഇൻഫർമേഷനും. എഫ് ടി പി യൂസസ് 2 വെൽ നോൺ ടി സി പി പോർട്സ്, അതായത് പോർട്ട് 21 അത് കൺട്രോൾ കണക്ഷനും പോർട്ട് 20 ഡാറ്റ കണക്ഷനും. ഓക്കെ, ഇത് പോർട്ട് നമ്പേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാം. എഫ് ടി പി യൂസ് ചെയ്യുന്നത് പോർട്ട് 20യും 21ഉം, 20 ഫോർ ഡാറ്റ കണക്ഷൻ ആൻഡ് 21 ഫോർ കൺട്രോൾ കണക്ഷൻ. നെക്സ്റ്റ് ടോപ്പിക് വേൾഡ് വൈഡ് വെബ്, WWW. ഇതിൻ്റെ അബ്രിവേഷൻ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കാം. ഇറ്റ് ഈസ് എ റെപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ലിങ്ക്ഡ് ടുഗദർ ഫ്രം പോയിൻറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ്. അതായത് റെപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ലിങ്ക്ഡ് ടുഗദർ ഫ്രം പോയിൻറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ്. The WWW has a unique combination of flexibility, portability, and user-friendly features that distinguish it from other services provided by the Internet. അതായത് WWW എന്താണ്, ഫ്ലെക്സിബിലിറ്റി, പോർട്ടബിലിറ്റി, മറ്റു യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ആയിട്ടുള്ള, അതായത് distributed client-server service in which a client using a browser can access a service using a server. അതായത് ബ്രൗസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെർവറിൻ്റെ സർവീസസ് ക്ലയൻറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റ് ഇറ്റ് ഇൻ്റർപ്രറ്റ് ആൻഡ് ഡിസ്പ്ലേ എ വെബ് ഡോക്യുമെൻറ്റ്. ഈച്ച് ബ്രൗസർ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. ഓരോ ബ്രൗസറിനും എന്താണ് 3 പാർട്സാണ് ഉണ്ടാവുക. ഒന്ന് കൺട്രോളർ, അടുത്തത് ക്ലയൻറ്റ് പ്രോട്ടോകോൾ ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ്. ദ കൺട്രോളർ റിസീവ്സ് ഇൻപുട്ട് ഫ്രം ദ കീബോർഡ്. കൺട്രോളറാണ് കീബോർഡ് വഴി ഉള്ള ഇൻപുട്സ് റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൗസ് വഴിയുള്ള ഇൻപുട്സ്. ആൻഡ് യൂസസ് ദ ക്ലയൻറ്റ് പ്രോഗ്രാംസ് ടു ആക്സസ് ദ ഡോക്യുമെൻറ്റ്. ക്ലയൻറ്റ് പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് ഡോക്യുമെൻറ്റ് ആക്സസ് ചെയ്യുന്നത്. ദ കൺട്രോളർ യൂസസ് വൺ ഓഫ് ദ ഇൻ്റർപ്രിറ്റേഴ്സ് ടു ഡിസ്പ്ലേ ദ ഡോക്യുമെൻറ്റ് ഓൺ ദ സ്ക്രീൻ. അപ്പം സ്ക്രീനിൽ ആ ഒരു റിക്വസ്റ്റഡ് ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഇൻ്റർപ്രിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. Server. The web page is stored at the server. Each time a client request arrives, the corresponding document is sent to the client. URL. Uniform Resource Locator. Full form പരീക്ഷയ്ക്ക് ചോദിക്കാം. To facilitate the access of documents distributed throughout the world, HTTP uses locators. The URL defines 4 things: protocol, host computer, പോർട്ട് ആൻഡ് പാത്ത്. യു ആർ എല്ലിന് 4 പാർട്ടാണുള്ളത്. ഒന്ന് പ്രോട്ടോകോൾ, അടുത്തത് ഹോസ്റ്റ് കമ്പ്യൂട്ടർ, അടുത്തത് പോർട്ട് നമ്പർ ആൻഡ് പാത്ത്. കുക്കീസ്. These are uses when some websites need to allow access to registered clients only. Websites are being used as electronic stores that allow users to browse through the store, select your wanted items, put them in an electronic cart and pay at the end with a credit card. അടുത്തതാണ് HTTP protocol, Hypertext Transfer Protocol. It is a protocol used mainly to access data on the World Wide Web. വേൾഡ് വൈഡ് വെബിൽ ഉള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസാണ് HTTP പ്രോട്ടോകോൾസ്. ഇറ്റ്സ് ഫങ്ഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് FTP ആൻഡ് SMTP. രണ്ടിൻ്റെയും കൂടെ ഫങ്ഷനാലിറ്റി ചേർന്നതാണ് HTTP. ഇത് യൂസ് ചെയ്യുന്നത് uses the services of TCP on well-known port 80. HTTP ട്രാൻസാക്ഷൻ ആണ് ഡയഗ്രം കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മെസ്സേജസ്. അടുത്തത് ഇലക്ട്രോണിക് മെയിൽ. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഇൻ്റർനെറ്റ് സർവീസസ് ഇസ് ഇലക്ട്രോണിക് മെയിൽ. ഏറ്റവും പോപ്പുലർ ഇൻ്റർനെറ്റ് സർവീസാണ് ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് 4 സെനാരിയോസ് പറയാം. തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതായത് സെൻഡർ ആൻഡ് റിസീവർ ഓഫ് ദ ഇമെയിൽ ആർ യൂസേഴ്സ് ഓൺ ദ സെയിം സിസ്റ്റം. ദേ ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു എ ഷെയർഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ 2 യൂസർ ഏജൻസാണ് ഇവിടെ
ആവശ്യമായിട്ടുള്ളത്. സെക്കൻഡ് സെനാരിയോ, ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഓഫ് ദ ഇമെയിൽ ആർ യൂസേഴ്സ് ഓൺ ടു ഡിഫറെൻറ്റ് സിസ്റ്റംസ്. രണ്ട് ഡിഫറെൻറ്റ് സിസ്റ്റത്തിലാണ് സെൻഡറും റിസീവറും ഉള്ളത്. അപ്പോൾ മെസ്സേജ് നീഡ്സ് ടു ബി സെൻഡ് ഓവർ ദ ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യണം, മെസ്സേജ് സെൻഡ് ചെയ്യണം. ഇവിടെ നമുക്ക് രണ്ട് യൂസർ ഏജൻസും അതുപോലെ എ പെയർ ഓഫ് MTSും റിക്വയർഡ് ആണ്. മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റും അതുപോലെ തന്നെ യൂസർ ഏജൻസും. തേർഡ് സെനാരിയോ, ഇവിടെ എന്താണ്, ഇവിടെ ദ സെൻഡർ എന്താണ്, കണക്റ്റഡ് ടു ദ മെയിൽ സെർവർ വയ എ ലാൻ ഓർ എ വാൻ. അതായത് സെൻഡർ എന്താണ്, ഒരു ലാൻ അല്ലെങ്കിൽ വാൻ വഴിയാണ് മെയിൽ സെർവറായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് രണ്ട് യൂസർ ഏജൻസും അതുപോലെ രണ്ട് പെയർ ഓഫ് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻസും റിക്വയർഡ് ആണ്. ഫോർത്ത് സെനാരിയോ, when both the sender and receiver are connected to the mail server via a LAN or a WAN. അതായത് രണ്ട് സെൻഡറും റിസീവറും ഒരു ലാനോ വാനോ വഴിയാണ് മെയിൽ സെർവറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കരുതാം. അതാണ് ഫോർത്ത് സെനാരിയോ. അപ്പോൾ ഇവിടെ രണ്ട് യൂസർ ഏജൻസും അതുപോലെ തന്നെ രണ്ട് MTSൻ്റെ പെയർസും ആവശ്യമാണ്. അതുപോലെ എ പെയർ ഓഫ് MAA, അതായത് മെസ്സേജ് ആക്സസ് ഏജൻറ്റ്, അതും ഇവിടെ റിക്വയർഡ് ആണ്. യൂസർ ഏജൻറ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ടു ദ യൂസർ ടു മേക്ക് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് എ മെസ്സേജ് ഈസിയർ. അതായത് യൂസർ ഏജൻറ്റ് എന്താണ്, യൂസറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവഴി ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഈസിയർ ആക്കുന്നു. യൂസർ ഏജൻറ്റിൻ്റെ സർവീസസ് ആണിത്. കമ്പോസിങ് മെസ്സേജ്, റീഡിങ് മെസ്സേജ്, റിപ്ലൈയിങ് ടു മെസ്സേജ്, ഫോർവേഡിങ് മെസ്സേജസ്, ഹാൻഡ്ലിങ് മെയിൽ ബോക്സസ്, അതായത് ഇൻബോക്സ് ഔട്ട് ബോക്സസ് ഒക്കെ. ഓക്കെ, ഈ ഇമെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ സർവീസസ് ചോദിക്കാം, അല്ലെങ്കിൽ യൂസർ ഏജൻറ്റിൻ്റെ സർവീസസ്, അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. കമ്പോസിങ് മെസ്സേജസ്, അപ്പം യൂസർ ഏജൻറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷനാലിറ്റിയാണ് കമ്പോസിങ് മെസ്സേജ്. കമ്പോസിങ് മെസ്സേജ് നമുക്കറിയാം, മെയിലൊക്കെ സെൻഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. കമ്പോസ് ചെയ്യുക, അതായത് യൂസർ ഏജൻറ്റ് ഹെൽപ്സ് ദ യൂസർ കമ്പോസ് ദ ഇമെയിൽ ആൻഡ് മെസ്സേജ് ടു ബി സെൻഡ് ഔട്ട്. മോസ്റ്റ് യൂസർ ഏജൻറ്റ്സ് പ്രൊവൈഡ് എ ടെംപ്ലേറ്റ് ഓൺ ദ സ്ക്രീൻ ടു ബി ഫിൽഡ് ഇൻ ബൈ ദ യൂസർ. Some even have a built-in editor that can do spell checking, grammar checking and other tasks expected from a sophisticated word process. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ നമുക്ക് എന്താണ് സ്പെൽ ചെക്കിങ്ങും ഗ്രാമർ ചെക്കിങ്ങും ഒക്കെ ഉള്ളത് അവൈലബിൾ ആണ്. അടുത്തത് റീഡിങ് മെസ്സേജസ്. യൂസർ ഏജൻറ്റിൻ്റെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻകമിങ് മെസ്സേജസ് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂസർ ഏജൻറ്റ് ഇൻവോക്ക് ചെയ്താൽ അതെന്ത് ചെയ്യുന്നു, ഇൻകമിങ് മെയിൽ ബോക്സിലുള്ള മെയിൽസൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് എന്താണ്, യൂസർ ഏജൻറ്റ് ഓരോ റിസീവ്ഡ് മെയിലിൻ്റെയും ഒരു 1 ലൈൻ സമ്മറി ആയിട്ടാണ് യൂസറിന് ഷോ ചെയ്യുക. ഓക്കെ, അടുത്ത യൂസർ ഏജൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് റിപ്ലൈയിങ് ടു മെസ്സേജസ്. ഒരു മെസ്സേജ് റീഡ് ചെയ്ത ശേഷം യൂസർ ക്യാൻ യൂസ് ദ യൂസർ ഏജൻറ്റ് ടു റിപ്ലൈ ടു എ മെസ്സേജ്. A user agent usually allows the user to reply to the original sender or to reply to all recipients of the message. The reply message may contain the original message and the new message. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അതൊക്കെ ഓർത്ത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. അടുത്തത് ഫോർവേഡിങ് മെസ്സേജസ്. റിപ്ലൈയിങ് ഈസ് ഡിഫൈൻഡ് ആസ് സെൻഡിങ് എ മെസ്സേജ് ടു ദ സെൻഡർ ഓർ റെസിപ്പിയൻസ് ഓഫ് ദ കോപ്പി. ഫോർവേഡിങ് ഈസ് ഡിഫൈൻഡ് ആസ് സെൻഡിങ് ദ മെസ്സേജ് ടു എ തേർഡ് പാർട്ടി. അതായത് തേർഡ് പാർട്ടി, സെൻഡർ റിസീവ് ഒന്നല്ലാത്തൊരു മറ്റൊരാൾക്ക് അയക്കുന്നതിനാണ് ഫോർവേഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹാൻഡ്ലിങ് മെയിൽ ബോക്സസ്. യൂസർ ഏജൻറ്റ് നോർമലി ക്രിയേറ്റ്സ് 2 മെയിൽ ബോക്സസ്, an inbox and an outbox. Each box is a file with a special format that can be handled by the user agent. The inbox keeps all the received emails until they are deleted by the user. Whereas the outbox keeps all the sent emails until the user deletes them. Types of user agents: command driven and GUI based user agents. Command driven user agent normally accepts a 1-character command from the keyword to perform its task. For example, a user can type the character R at the command prompt to reply to
the sender of the message or type the character capital R to reply to the sender and all recipients. ഓക്കെ, കമാൻഡ് റിമൺ എന്ന് പറയുമ്പോൾ എന്താണ്? പറയുകയാണെങ്കിൽ കമാൻഡ് ഡ്രിവൺ യൂസർ ഏജൻസിന് പറയണം മെയിൽ, പൈൻ, ELM ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് കമാൻഡ് പ്രോംപ്റ്റിൽ ക്യാപിറ്റൽ R എന്നാണ് കൊടുക്കുന്നത്. GUI based. Modern user agents are GUI based. They contain graphical user interface components that allow the user to interact with the software by using both the keyboard and the mouse. അപ്പം GUI based യൂസർ ഏജൻസിന് എക്സാമ്പിളാണ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, നെറ്റ്സ്കേപ്പ് ഒക്കെ. അടുത്തതാണ് സെൻഡിങ് മെയിൽ. ടു സെൻഡ് മെയിൽ, ദ യൂസർ through the user agents creates mail that looks very similar to postal mail. It has an envelope and a message. The message contains the header and the body. The header of the message defines the sender, receiver, subject of the message and some other information. ഇത്രയാണ് മെസ്സേജിൽ ഉണ്ടാവുക. The body of the message contains the actual information. Okay. അടുത്തത് receiving mail. The user agent is triggered by the user. If a user has a mail, the VA informs the user with a notice. Address. To deliver mail, mail handling system must use an addressing system with the unique addresses. അപ്പം ഇൻ്റർനെറ്റിൻ്റെ കേസിൽ അഡ്രസ്സിൽ 2 പാർട്ടാണ് ഉണ്ടാവുക, ലോക്കൽ പാർട്ടും ഡൊമൈൻ പാർട്ടും. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് @സൈൻ വഴിയാണ്. ലോക്കൽ പാർട്ട് എന്താണ്, ഒരു സ്പെഷ്യൽ ഫയലിൻ്റെ നെയിമാണ് ഡിഫൈൻ ചെയ്യുന്നത്. where all the mails received for a user is stored for retrieval by the message access agent. Domain name. The second part of the address is the domain name. An organization usually selects one or more hosts to receive and send email. The hosts are sometimes called mail servers or exchanges. The domain name assigned to each email allows one name, an alias, to represent several different email addresses. This is called mailing list. Every time a message is to be sent, the system checks the recipient's name against the alias database. If there is a mailing list for the defined alias, separate messages, one for each entry in the list, must be prepared and handed to the MTA. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ് മൾട്ടിപർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ MIME പ്രോട്ടോക്കോൾ, അതുപോലെ SMTP പ്രോട്ടോക്കോൾ, MTA പ്രോട്ടോക്കോൾ, POP3 പ്രോട്ടോക്കോൾ, IMAP പ്രോട്ടോക്കോൾ.